സിമ്പിൾ DP കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഴുത്ത മാങ്ങ വെച്ച് സിമ്പിളായി ഒരു സൂപ്പർ വിഭവം ഉണ്ടാക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരു കപ്പ് റവ, ഒരു നുള്ള് ഉപ്പുമിട്ട ശേഷം ഇളക്കി മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്കൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. പശുവിൻ നെയ്യിലാണ് ഇതെല്ലാം ഉണ്ടാക്കേണ്ടത്, എന്നാലാണ് നല്ല സ്വാദ് ഉണ്ടാവുക. ഇനി മാങ്ങയുടെ പൾപ്പ് വേണം. വറുത്ത റവയും വറുക്കാത്ത റവയും ഉപയോഗിക്കാം. വറുക്കാത്ത റവയാണെങ്കിൽ 1 ടീസ്പൂൺ ഗീ ഒഴിച്ച് വറുത്തെടുത്താൽ മതി. വറുത്ത റവയാണെങ്കിലും 1 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുന്നത് നല്ല സ്വാദാണ്. 1/2 കപ്പ് പഞ്ചസാര, ഇനി നല്ല പഴുത്ത മാങ്ങയാണ് വേണ്ടത്. നാരുണ്ടെങ്കിൽ മിക്സിയിൽ അരിച്ച് എടുക്കുന്നതാണ് നല്ലത്. നാരുണ്ടാവുമ്പോൾ കഴിക്കാൻ സ്വാദുണ്ടാവില്ല. ഇനി മാങ്ങ മുറിച്ച് മിക്സിയിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത് കുറച്ച് നാരുള്ള മാങ്ങയാണ്, അതുകൊണ്ട് മിക്സിയിലിട്ട് ഒന്ന് അരിച്ചെടുക്കണം. നാരില്ലാത്ത മാങ്ങയാണെങ്കിൽ അരിച്ചെടുക്കണമെന്നില്ല. ഇനി അരിച്ചെടുത്ത പൾപ്പ് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ച പഞ്ചസാരയും ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പശുവിൻ നെയ്യിലിട്ട് റവ വറുക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. പശുവിൻ നെയ്യ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി.
ഏത് ഫ്രൂട്ട്സ് വെച്ചും ഇങ്ങനെ ഉണ്ടാക്കാം. റവ നല്ലതുപോലെ വറുത്തെടുത്ത ശേഷമാണ് ഇതിലേക്ക് മാങ്ങയുടെ പൾപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പശുവിൻ നെയ്യ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ റവ വറുക്കുന്നതിൻ്റെ നല്ല മണം ഉണ്ടാകും. ആ സമയത്താണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവയെല്ലാം നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഗീ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഗീ വരെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ കുറുകി വന്നാൽ നെയ്യ് തേച്ച ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ കുറുകി വരണം. ഇനി ഈ പാത്രത്തിൽ ഒഴിച്ച് തണുത്ത ശേഷം എടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് കമിഴ്ത്തിയ ശേഷം നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാൽ മുറിച്ചെടുക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.